ഇനി ചില ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് തന്നെയാണ് നേരത്തെ. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ പഠിച്ചല്ലോ ആൽക്കഹോളുകളെ പറ്റിയൊക്കെ. എന്താണ് ആൽക്കഹോളിൻ്റെ പ്രത്യേകത? ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കഹോളിൽ വരുന്നത്? അതായത് OH ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. OH ഫങ്ഷണൽ ഗ്രൂപ്പ് പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ചേർന്ന് വരുമ്പോൾ നമ്മളതിനെ ആൽക്കഹോൾസ് എന്നാണ് വിളിക്കുന്നത്. മീതേൻ്റെ കൂടെ OH വന്നാൽ മീതേൻ CH4 OH എന്നല്ല എഴുതണം. ആ CH4-ൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് ആ പകരമാണ് ആ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. CH3OH എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്തോന്നാണ്? UPSC നെയിം എന്തോന്നാണ്? OH വരുമ്പോൾ പ്രത്യേകത എന്തോന്നാണ്? ആ മീഥേനിലെ മാറ്റിയിട്ട് OL വരും. മെഥാൻ. മീഥേനിലെ മാറ്റിയാൽ മെത്താനാകും. പിന്നെ ഈക്ക് വരെ OL ചേർക്കുമ്പോൾ മെത്തനോൾ എന്ന് വായിക്കും. അത് എന്താണ് വായിക്കണത്? മെത്തനോൾ. ആദ്യത്തെ എൻ്റെ UPSC നെയിം മെത്തനോൾ. രണ്ടാമത്തെ നോക്ക്, CH3CH2OH. 2 കാർബണാറ്റും ഒരു OH കൂടെ വന്നു. അതായത് 2 കാർബണാറ്റം അടങ്ങുമ്പം ഈഥേനാണല്ലേ. ഈഥേൻ്റെ കൂടെ OH ചേർന്ന് വരുമ്പം ഈഥേനിലെ മാറ്റിയിട്ട് OL ചേർത്ത് വായിച്ചാൽ മതി, എത്തനോൾ. ഇനി മെത്തനോൾ എത്തനോളിനെ പറ്റിയാണ് ഇവിടെ കുറച്ച് പറയുന്നത് ഈ ആൽക്കഹോളിൽ. മെത്തനോൾ എന്താണെന്ന് നോക്കാം. മെത്തനോളിന് കോമൺലി നോൺസ് വുഡ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വുഡ് സ്പിരിറ്റ്. എത്തനോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നും വിളിക്കും. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കുക, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? മെത്തനോൾ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? എത്തനോൾ. അതിൽ മെത്തനോൾസ് എന്ന് പറയുന്ന ആൽക്കഹോൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലായല്ലോ? OH ആണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി മെത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട മോളിക്കുലർ ഫോമിൽ എന്തോന്നാണ്? CH3OH. അപ്പോൾ എന്തിനാണ് ഈ മെത്തനോളിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? എന്താണ് അതിൻ്റെ ഉപയോഗം? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ് ആൻഡ് ആസ് എ റിയാക്റ്റൻ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ. ഇത് എന്ന് പറയുന്നത് പെയിൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ്, വാർണിഷ്, ഫോർമാലിൻ തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് മെത്തനോൾ ഇൻഡസ്ട്രിയലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പോയ്സണസ്. ഇതൊരു വിഷപദാർത്ഥമാണ്. പക്ഷേ ഇത് ഇൻഡസ്ട്രിയലായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിൻ്റെ യൂസ് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്. ആ പെയിൻറ്റ് നിർമ്മാണത്തിൽ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നു, ലായകമായി ഉപയോഗിക്കുന്നു. ഇനി റിയാക്റ്റൻ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാർണിഷ് ആൻഡ് ഫോർമാലിൻ. വാർണിഷ്, ഫോർമാലിൻ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ അഭികാരങ്ങളായി ഉപയോഗിക്കുന്നു. ഇനി എന്താണ് മെത്തനോൾ ഉണ്ടാക്കുന്നതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ? അതായത് ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിലാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ചാണ് മെത്തനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെത്തനോൾ ഉണ്ടാക്കുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? കാർബൺ മോണോക്സൈഡിൻ്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? കാർബൺ മോണോക്സൈഡാണ്. CO പ്ലസ് 2H2 ഹൈഡ്രജൻ. CO പ്ലസ് 2H2 gives CH3OH. അതാണ് അതിൻ്റെ മെത്തനോളിൻ്റെ കെമിക്കൽ ഫോമുല, CH3OH. അപ്പോൾ CO പ്ലസ് 2H2 gives CH3OH. അപ്പോൾ മെത്തനോളിനെ പറ്റി ഇത്രയേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ OH, അതായത് മീതേനും ഓൻ്റെ OH ചേർന്ന് വരുമ്പോഴാണ് മെത്തനോൾ. അതിന് വുഡ് സ്പിരിറ്റ് എന്നും പറയാറുണ്ട്. അത് പിന്നെ പെയിൻറ്റ് നിർമ്മാണത്തിൽ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുന്നു. വാർണിഷ്, ഫോർമാലിൻ്റെ തുടങ്ങിയവ ഉണ്ടാക്കുമ്പോൾ റിയാക്റ്റൻ്റായി ഉപയോഗിക്കുന്നു. പിന്നെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ സംയോജിച്ചാണ് മെത്തനോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CO പ്ലസ് 2H2 gives CH3OH. അടുത്ത ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്നത് 2 കാർബണാറ്റം വരും ഇവിടെ. CH3 ആണ് ഈഥെയ്ൻ. അതിൽ ആ രണ്ടാമത്തെ CH3-യുടെ ഒരു ഹൈഡ്രജൻ ആറ്റം കുറച്ചിട്ട് OH ചേർക്കുമ്പോൾ അതിനെ എത്തനോൾ എന്ന് വായിക്കും. CH3CH2OH. അതാണ് എത്തനോൾ. ഇതിന് മെത്തനോളിനെ പോലെയല്ല ഒരുപാട് യൂസ് ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ആൽക്കഹോൾ. ഇറ്റ് ഈസ് വൈഡ്ലി എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ പർപ്പസസ്. ഇൻഡസ്ട്രിയൽ വൈഡ്ലി യൂസ് ചെയ്യണ ഒരു സാധനമാണ് എത്തനോൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ യൂസ് അവിടെ ഒരു പദസൂചിക വെച്ച് കാണിച്ചിട്ടുണ്ട്. എത്തനോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ഫ്യൂവൽ, ഇന്ധനമായി ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ അത് ബിവറേജസിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ, ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു, അതായത് സാധനങ്ങൾ കേടുകൂടാതെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡിഫറെൻറ്റ് മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എത്തനോളിൻ്റെ ഏതെങ്കിലും 2-3 ഉപയോഗങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ഫ്യൂവൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്, ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ സോൾവെൻ്റ് ഇൻ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബിവറേജിൽ ഉപയോഗിക്കുന്നു. ഇനിയാണ് എൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. എത്തനോൾ എങ്ങനെയാണ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്? അതായത് മൊളാസിസ് ഇസ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് ഷുഗർ. അതായത് പഞ്ചസാര നിർമ്മാണ സമയത്ത് അതായത് അതിൻ്റെ ഗാഢ പഞ്ചസാര ലായനി, പഞ്ചസാര ക്രിസ്റ്റലുകൾ മാറ്റിയതിന് ശേഷം ഉണ്ടാകുന്ന ഗാഢ പഞ്ചസാര ലായനി, അതിനെ മൊളാസിസ് എന്ന് പറയും. അപ്പോൾ ഈ മൊളാസിസ് എന്ന് പറയുന്ന ഈ പഞ്ചസാര ലായനിയെ ഫെർമെൻറ്റേഷൻ, ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ എത്തനോൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പോയിൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മാർക്കിനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ എത്തനോളിൻ്റെ പ്രിപ്പറേഷനിൽ വരും. അതിലൊന്നാണ് ഈ മൊളാസിസ്. ഡിഫൈൻ മൊളാസിസ് എന്ന് വെച്ചാൽ എന്തെന്ന് പറയും? ഇറ്റ് ഈസ് ദ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ. ഇതൊരു പഞ്ചസാര ലായനിയാണ്. ആക്ച്വലി ഇതൊരു ഗാഢ പഞ്ചസാര ലായനി എന്ന് പറയും. പഞ്ചസാര നിർമ്മിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ള പഞ്ചസാര ക്രിസ്റ്റലുകൾ മാറ്റിയതിന് ശേഷം അവശേഷിക്കുന്ന ഗാഢ പഞ്ചസാര ലായനിയാണ് എന്തെന്ന് പറയുന്നത്? മൊളാസിസ്. ഇറ്റ് ഈസ് ദ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് ഷുഗർ. ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് ഷുഗർ, after the separation of sugar crystals, concentrated solution are left. This concentrated solution is called molasses. അപ്പോൾ ഈ മൊളാസിസ് എന്ന് പറയുന്നത് ദിസ് മാനുഫാക്ചർഡ് ഫെർമെൻറ്റിംഗ് ഡയലൂട്ട് മൊളാസിസ് ബൈ ആഡിങ് ഈസ്റ്റ്. ഈ മൊളാസിസിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കും. ഇറ്റ് ഈസ് ഡയലൂട്ട് ചെയ്യും. എന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇതെന്തോന്നായിട്ട് മാറും? അത് എത്തനോളായിട്ട് മാറും. അപ്പോൾ മൊളാസിസ് എത്തനോളായിട്ട് മാറുന്നതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഈസ്റ്റ് ഇട്ട് കുറച്ച് ദിവസം സൂക്ഷിക്കുമ്പോഴത്തേക്കും അവിടെ 2 തരത്തിലുള്ള എൻസൈമുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തോന്ന് ഈ സുക്രോസ് എന്ന് പറയുന്നത് ഈ ഷുഗർ സൊല്യൂഷൻ എത്തനോളായി മാറുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുല എഴുതണം. എന്താണ് ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുലയൊക്കെ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. C12H22O11 അതാണ് ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുല. C12H22O11 ആണ് ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുല. അതിൽ വാട്ടർ ആഡ് ചെയ്യുന്നതെന്ന് കാണിക്കണം. അപ്പോൾ പ്ലസ് H2O. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. C12H22O11 പ്ലസ് H2O. എന്നിട്ട് ആ ആദ്യത്തെ ഇക്വേഷൻ്റെ ആരോയിൽ 2 തരത്തിലുള്ള എൻസൈമുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഈസ്റ്റ്. ഏതൊക്കെ എൻസൈമുകളാണെന്നറിയാമോ? ഈസ്റ്റ് പുറപ്പെടുവിക്കുന്ന 2 എൻസൈമുകൾ ഇൻവെർട്ടൈസ് എന്നും സൈമേസ് എന്നും വിളിക്കും. ഇൻവെർട്ടൈസ് എന്നും സൈമേസ് എന്നുള്ള 2 എൻസൈമുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഷുഗർ സൊല്യൂഷൻ എത്തനോളായിട്ട് മാറുന്നത്. അപ്പോൾ C12H22O11 പ്ലസ് H2O ഗീവ്സ് ഇൻവെർട്ടൈസ്. ആദ്യത്തെ ആരോ മാർക്കിൻ്റെ മുകളിൽ ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ ഷുഗർ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. അപ്പോൾ അടുത്ത ഇക്വേഷൻ എഴുതേണ്ടത് ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ C6H12O6 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് C6H12O6. അതും അതെ, രണ്ടും ഒരേ കെമിക്കൽ ഫോമിൽ തന്നെ. അപ്പോൾ C6H12O6 പ്ലസ് C6H12O6 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. എത്തനോൾ ഉണ്ടാകുന്നതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. മൊളാസിസിനെ ഡയല്യൂട്ട് ചെയ്ത് ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം പുളിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കുറച്ച് ദിവസം സൂക്ഷിക്കുമ്പോഴാണ് അതെന്തോന്നായിട്ട് മാറണത്? എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളായിട്ട് മാറുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇവിടെ പറഞ്ഞത്. എന്തോന്നാണ്? ഷുഗർ സൊല്യൂഷൻ C12H22O11 പ്ലസ് H2O.
എന്നിട്ട് അവിടെ ഒരു ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻസൈമുകളുടെ പ്രവർത്തനം. ആദ്യത്തെ എൻസൈം ഏതാണ്? ഇൻവെർട്ടേസ് ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. C6H12O6 പ്ലസ് C6H12O6. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് വീണ്ടും വേറൊരു എൻസൈമായ സൈമേസുമായിട്ട് പ്രവർത്തിക്കും. ഈ വീണ്ടും അടുത്ത വരിയിൽ എഴുതാനുള്ളത് C6H12O6 ഗീവ്സ് സൈമേസുമായി പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു? എത്തനോൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കണം. എത്തനോൾ എങ്ങനെയാണ് എഴുതുന്നത്? എത്തനോൾ അതിൻ്റെ കെമിക്കൽ ഫോമിൽ എങ്ങനെ എഴുതും? C2H5OH എന്നല്ലേ എഴുതണം. C2H5OH. C2H6 ആണ് ഈതൈൻ. അതിൽ H6 എന്നുള്ള H5 ആയി അതിൻ്റെ ഹൈഫനട്ട് OH എഴുതുമ്പോൾ എത്തനോൾ ആവും. അപ്പോൾ C2H5OH ഉണ്ടാവും, അതിൻ്റെ കൂടെ കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാവും. അപ്പോൾ ഈ 2 ഇക്വേഷനും എഴുതി പിടിച്ച് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് എത്തനോൾ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ. അതായത് പഞ്ചസാര നിർമ്മാണ സമയത്ത് അവശേഷിക്കുന്ന മൊളാസിസ് എന്ന ഷുഗർ സൊല്യൂഷനെ ഡയല്യൂട്ട് ചെയ്ത് അതിൽ വെള്ളം ആഡ് ചെയ്ത് അതിനെ അതിൽ ഈസ്റ്റും കൂടെ ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് അതിൽ എന്തോന്നുണ്ടാക്കുന്നത്? എത്തനോൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ മനസ്സിലായല്ലോ. ആ 2 ഇക്വേഷനും എഴുതി പഠിക്കണം. ഇനി ഈ എത്തനോൾ ഇങ്ങനെ ഉണ്ടാകുന്ന എത്തനോളിനെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഷുഗർ സൊല്യൂഷൻ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇൻവെർട്ടേസിൻ്റെ സാന്നിധ്യത്തിൽ പിന്നെ ഈ ഗ്ലൂക്കോസ് സൈമേസ് എന്ന അടുത്ത എൻസൈമാണ് എത്തനോളാക്കി മാറ്റുന്നത്. അങ്ങനെ കിട്ടുന്ന എത്തനോളിന് 8 to 10% സ്ട്രെങ്ത്തേ കാണുള്ളൂ. അതായത് അതിൽ ആൽക്കഹോളിൻ്റെ അംശം എന്ന് പറയുന്നത് കുറവായിരിക്കും. 8 മുതൽ 10% വരെ ആൽക്കഹോളേ ഉള്ളൂ ഇങ്ങനെ കിട്ടുന്ന എത്തനോളിന്. അതിനെ വിളിക്കുന്നത് വാഷ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? വാഷ്. വാട്ട് ഈസ് വാഷ്? അതായത് 8 to 10% സ്ട്രോങ് എത്തനോൾ ഈസ് നോൺ ആസ് വാഷ്. 8 മുതൽ 10% വരെ സ്ട്രോങ് ആയിട്ടുള്ള എത്തനോളിനെയാണ് വാഷ് എന്ന് വിളിക്കുന്നത്. ഇനി വാഷ് ഈസ് സബ്ജക്റ്റ് ടു ഈ വാഷിനെ വീണ്ടും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനത്തിന് വിധേയമാക്കിയാൽ 95.6% സ്ട്രോങ് ആൽക്കഹോൾ കിട്ടും. 95.6% വീര്യമുള്ള എത്തനോൾ കിട്ടും. ഇതിനെ വിളിക്കുന്നതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പം 8 മുതൽ 10% വരെ സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോളിനെ വാഷ് എന്ന് വിളിക്കും. ഈ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വിധേയമാകുമ്പോൾ കിട്ടും അതിൻ്റെ ആൽക്കഹോളിൻ്റെ അംശം കൂടും. എത്ര? 95.6% സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോൾ കിട്ടും. അതിനെ വിളിക്കുന്നതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കണം. ഇനി ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് അത് കഴിഞ്ഞ് ഇനി ഇതിൽ പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാറുണ്ട്. ഈ ആളുകൾ ഇത് ബിവറേജിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്താണ് ഇത് ഇൻഡസ്ട്രിയലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആളുകൾ മിസ്യൂസ് ചെയ്യും. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടി വിഷപദാർത്ഥങ്ങൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ അത് ആളുകളിത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. വെൻ പോയ്സണസ് സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ടു എത്തനോൾ ഇറ്റ് ഈസ് കാൾഡ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഈ പോയ്സണസ് സബ്സ്റ്റൻസസിൽ തന്നെ നമ്മൾ ആദ്യം ഒരു ആൽക്കഹോളിൻ്റെ പേര് പറഞ്ഞില്ല, മെത്തനോൾ. ഈ മെത്തനോളും എത്തനോളും കൂടെ ആഡ് ചെയ്യും. അപ്പോഴതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മെത്തനോൾ ഒരു പോയ്സണസ് സബ്സ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പോയ്സണസ് സബ്സ്റ്റൻസ് ആയ മെത്തനോൾ എത്തനോളിൻ്റെ ആഡ് ചെയ്യുമ്പം ആ എത്തനോളിന് വരെ പറയുന്ന പേര് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഇനി ഈ എത്തനോൾ തന്നെ 100% അതായത് 99% പ്യുവറായിട്ടുള്ള എത്തനോളുണ്ട്. അതിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും കൂടി ചേർത്ത് വാഹനങ്ങൾ ഓടിക്കാൻ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട്. ഇതിന് പവർ ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. പവർ ആൽക്കഹോൾ. അപ്പോൾ എത്തനോൾ ഈസ് ആൾസോ മാനുഫാക്ചർഡ് ഫ്രം സ്റ്റാർച്ചി സബ്സ്റ്റൻസ് ലൈക്ക് ബാർലി, റൈസ്, ടപ്പിയോക്ക തുടങ്ങിയവയിൽ നിന്നൊക്കെ എത്തനോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള എത്തനോളിനെ പറ്റി ഇതാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോളാണ് എത്തനോൾ. CH3CH2OH ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. പിന്നെ ഇത് അതിൽ നിന്നാണ് മൊളാസിസിൽ നിന്ന് ഈസ്റ്റ് ഇട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് ഉണ്ടാക്കുന്നത്. ആ ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഇൻവെർട്ടേസ് സൈമേസ് എന്ന 2 എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ആൽക്കഹോളിന് 8 മുതൽ 10% വരെ സ്ട്രെങ്ത് ഉള്ളൂ. അങ്ങനെ 8 മുതൽ 10% വരെ സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോളിനെയാണ് എന്ത് വിളിക്കുന്നത്? വാഷ് എന്ന് വിളിക്കുന്നത്. ആ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് 95 അല്ലെങ്കിൽ 95.6% സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോൾ കിട്ടും. അതിനെ വിളിക്കുന്ന റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. പിന്നെ ഈ എത്തനോളിൽ പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പം അതിനെ വിളിക്കുന്ന പേര് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇനി പോയ്സണസ് സബ്സ്റ്റൻസ് ആയ മെത്തനോളാണ് എത്തനോളുമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. പിന്നെ 99% സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ പെട്രോളുമായി ചേർത്ത് ഓട്ടോമൊബൈൽസ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കി നോട്ടിലോട്ട് എഴുതണം എല്ലാവരും. ഇനി അടുത്തത് ഇത്രയാണ് ആൽക്കഹോളിനെ പറ്റി പറയുന്നത്. ഈ 2 ആൽക്കഹോളിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ളൂ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡുകൾ. അത് നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പ് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. കാർബോക്സിലിക് ആസിഡുകൾ. ഏതിനാണ് ഈ കാർബോക്സിലിക് ആസിഡ്? ഏത് ഫങ്ഷൻ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മളതിനെ ആസിഡുകളെന്ന് വിളിക്കുന്നത്? COOH ഫങ്ഷൻ ഗ്രൂപ്പ് വരുമ്പോഴാണ് അതിനെ കാർബോക്സിലിക് ആസിഡുകളെന്ന് വിളിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ IUPAC നെയിം എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. CH3COOH കണ്ടോ? CH3COOH എന്ന് പറഞ്ഞാൽ അതിൻ്റെ IUPAC നെയിം എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ആദ്യം ഏതെങ്കിലും പേര് കൊടുക്കാൻ നേരത്തെ ഓർമ്മ നോക്കാനുള്ളത് അതിൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ് നോക്കാനുള്ളത്. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. എന്നിട്ട് അതിൻ്റെ വേഡ് റൂട്ട് കണ്ടുപിടിക്കുക. 2 കാർബൺ ആറ്റം വരണമെങ്കിൽ വേഡ് റൂട്ട് ഏതാണ്? എത്ത് തന്നല്ലോ, എത്താണ്. അപ്പോൾ എത്താൻ സിംഗിൾ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ഈഥെയിനാണ്. ഈഥെയിൻ ഏനിയിലാണ്. ഈഥെയിൻ്റെ കൂടെ ഏതോ ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് ചേർന്നുണ്ടായ ആസിഡാണ് ഇവിടെ. ഏത് ഫങ്ഷൻ ഗ്രൂപ്പാണ് ചേർന്നേക്കുന്നത്? COOH എന്ന ഫങ്ഷൻ ഗ്രൂപ്പ് ചേർന്നപ്പം ഈഥെയിൻ പ്ലസ് COOH. അപ്പോൾ CH3COH ഈഥെയിൻ എന്ന് എഴുതണം. അങ്ങനെയാണ് CH3 സിംഗിൾ ബോണ്ട് CH3. അല്ല, ആ രണ്ടാമത്തെ CH3ക്ക് പകരമാണ് ഇവിടെ COOH വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കാനുള്ളത്, ഇതിൻ്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്തോന്നാണ്? ഈഥെയിൻ്റെ കൂടെ മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഓയിക് ആസിഡ് എന്ന് ചേർത്ത് വായിക്കണം. അപ്പോൾ ഈഥെയിൻ പ്ലസ് എത്താൻ പ്ലസ് ഓയിക് ആസിഡ് എത്തനോയിക് ആസിഡ് എന്ന് വായിക്കണം. എന്തോന്നാണ്? എത്തനോയിക് ആസിഡ്. വേറൊരു കോമ്പൗണ്ട് അതുപോലെ കൊടുത്തിട്ടുണ്ട്. CH3CH2COOH. അവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. COH ആണ് ഫങ്ഷൻ ഗ്രൂപ്പ് വന്നേക്കുന്നത്. അപ്പോൾ പ്രൊപ്പാൻ ഓയിക് ആസിഡ്. അപ്പോൾ ഈ ആസിഡുകളുടെ കണ്ടൻസ്ഡ് ഫോമിലെയും അതിൻ്റെ സ്ട്രക്ചറൽ ഫോമിലെയും അതിൻ്റെ IUPAC നെയിമും അല്ലാതെ അതിൻ്റെ കോമൺ നെയിമും ഒക്കെ ഒരു ടേബിളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെസ്റ്റിൽ. അപ്പോൾ ആദ്യത്തെ കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറഞ്ഞാൽ HCOH. അതിൽ നോക്കണം. നമ്മളെങ്ങനെ ഒരു പേര് കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു, എപ്പോഴും കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നോക്കി നമുക്ക് ഈസി ആയിട്ട് പേര് കൊടുക്കാൻ പറ്റും. ആദ്യത്തെ HCOHൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം ഉണ്ട്. ഏത് ഫങ്ഷൻ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്? 1 കാർബൺ ആറ്റം വരുമ്പോൾ വേഡ് റൂട്ട് ഏതാണ്? മെത്താനിൽ വരണം. മെത്താൻ COH ഫങ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ ഓയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ് എന്നാണ് അതിൻ്റെ IUPAC നെയിം. മെത്തനോയിക് ആസിഡിൻ്റെ സ്ട്രക്ചറൽ ഫോമിൽ കൊടുത്തേക്കുന്നത് കണ്ട HCOH എന്നാണ് കൊടുത്തേക്കുന്നത്. മിഡിൽ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോണ്ട് ഇട്ട് H, പിന്നെ റൈറ്റ് സൈഡിൽ OH, മോൾഡ് ഡബിൾ ബോണ്ട് ഇട്ട് O. അതാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെത്തനോയിക് ആസിഡിന് വേറൊരു പേരുണ്ട്, ഫോമിക് ആസിഡ് എന്ന് വിളിക്കും. ഇതൊന്നാണ് വിളിക്കുന്നത്? ഫോമിക് ആസിഡ്. അപ്പോൾ ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്ന കാർബോക്സിലിക് ആസിഡ് ഏതാണ്? മെത്തനോയിക് ആസിഡ്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് CH3COOH ആണ്. CH3COOH എന്ന് പറയുമ്പം എത്തനോയിക് ആസിഡാണ്. എത്തനോയിക് ആസിഡ് 2 കാർബൺ ആറ്റവും COOHും കൂടെ ചേർന്ന് വരുന്നത്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എഴുതിയിരിക്കണം നോക്കൂ. C മിഡിൽ എഴുതിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ CH3, റൈറ്റ് സൈഡിൽ OH, മോൾഡ് ഡബിൾ ബോണ്ട് ഇട്ട് O. എത്തനോയിക് ആസിഡ് എന്നാണ് വായിക്കുന്നത്. അതിന് അസറ്റിക് ആസിഡ് എന്ന് വിളിക്കും. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന കാർബോക്സിലിക് ആസിഡ് എത്തനോയിക് ആസിഡാണ്. മൂന്നാമത്തെ 3 കാർബണാറ്റം അടങ്ങിയ
ആസിഡാണ്. അപ്പം പ്രൊപ്പനോയിക് ആസിഡ് ആയിരിക്കും അല്ലേ, പ്രൊപ്പാൻ എന്നല്ലേ പറയണം, പ്രൊപ്പാനോയിക് ആസിഡ്. അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊപ്പനോയിക് ആസിഡിൻ്റെ വേറൊരു പേര് പ്രൊപ്യോണിക് ആസിഡ് എന്ന് വിളിക്കും. അപ്പോഴിവിടെ ഫോമിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത് മെത്തനോയിക് ആസിഡിനെ, അസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നത് എത്തനോയിക് ആസിഡിനെ, പ്രൊപ്യോണിക് ആസിഡ് എന്ന് വിളിക്കുന്ന പ്രൊപ്പനോയിക് ആസിഡിനെ. ഇതാണ് അവയുടെ കോമൺ നെയിം എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനെ പറ്റി വിശദമായിട്ട് പറയും. മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് കണ്ടെയ്ൻ കാർബോക്സിലിക് ആസിഡ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡുകളാണ് അല്ലേ. കാരണം ഫ്രൂട്ട്സിലൊക്കെ കാണപ്പെടുന്ന ആസിഡുകളാണ് പിന്നെ ഈ ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. ഓർഗാനിക് ആസിഡ് കണ്ടെയ്നിങ് മോർ ദാൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ കാൾഡ് ഫാറ്റി ആസിഡ്സ്. അതായത് ഇപ്പം കാർബണാറ്റം 10-12 കാർബണാറ്റം ഒക്കെ വരുന്ന ആസിഡുകളെ വിളിക്കുന്നത് ഫാറ്റി ആസിഡുകൾ എന്നാണ് വിളിക്കുന്നത്. എബൌട്ട് 5 to 8% എത്തനോയിക് ആസിഡ് ഈസ് നോൺ ആസ് വിനീഗർ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരി എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡാണ്. അതായത് അതിൻ്റെ വേറൊരു പേര് അസറ്റിക് ആസിഡാണ്. അത് സ്ട്രെങ്ത് കുറവായ ആസിഡാണ്. 5 മുതൽ 8% വരെ വീര്യമുള്ള എത്തനോയിക് ആസിഡിനെയാണ് വിനീഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് വിളിക്കുന്നത്. വിനീഗർ ഈസ് ഒബ്റ്റെയിൻഡ് വെൻ എത്തനോൾ ഈസ് സബ്ജക്റ്റഡ് ടു ഫെർമെൻറ്റേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ യൂസിങ് ദ ബാക്ടീരിയ അസറ്റോബാക്ടർ. അതായത് എത്തനോളിനെ പിന്നെ എന്താണ് അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയയുടെ ആയിട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയ സാധാരണ ഫെർമെൻറ്റേഷൻ പ്രഷർ ഓഫ് എയർ യൂസിങ് ദ ബാക്ടീരിയ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയയുടെ പ്രസൻസിൽ ഫെർമെൻറ്റേഷൻ നടത്തിയാണ് വിനീഗർ ഉണ്ടാക്കുന്നത് എത്തനോളിനെ. ഇപ്പോൾ വിനീഗർ എന്ന് പറഞ്ഞാൽ എന്താണ് 5 മുതൽ 8% വരെ വീര്യമുള്ള എത്തനോയിക് ആസിഡിനെയാണ് വിനീഗർ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ്. എങ്ങനെയാണ് എത്തനോയിക് ആസിഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്? ഈസ് മാനുഫാക്ചർഡ് ബൈ ട്രീറ്റിംഗ് മെത്തനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ്. ആ മെത്തനോളും കാർബൺ മോണോക്സൈഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാണ്, ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അതായത് മെത്തനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3OH പ്ലസ് കാർബൺ മോണോക്സൈഡ്. ആ കാർബൺ മോണോക്സൈഡും മെത്തനോളും തമ്മിൽ പ്രവർത്തിപ്പിച്ചാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? മെത്തനോൾ CH3OH പ്ലസ് കാർബൺ മോണോക്സൈഡ് എന്നിട്ട് ആരോ മാർക്കിൻ്റെ മോഡലിൽ കാറ്റലിസ്റ്റ് ഗീവ്സ് CH3COOH. എത്തനോയിക് ആസിഡിൻ്റെ ഇതിന് അങ്ങനെയാണ് CH3COOH. അപ്പം മെത്തനോളും കാർബൺ മോണോക്സൈഡും ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാകുന്നത്. ഇനി എത്തനോയിക് ആസിഡിൻ്റെ യൂസ് എന്തിനാണ് ഈ എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത്? മാനുഫാക്ചർ ഓഫ് റയോൺ, റബ്ബർ ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രി. റയോണിൻ്റെ നിർമ്മാണത്തിന്, സിൽക്ക്, റബ്ബർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന്, പിന്നെ വിനീഗറിൻ്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എത്തനോയിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? റയോണിൻ്റെ മാനുഫാക്ചർ ഓഫ് റയോൺ, റബ്ബർ ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രി, റബ്ബർ വ്യവസായത്തിന്, സിൽക്ക് വ്യവസായത്തിന്, പിന്നെ മാനുഫാക്ചർ ഓഫ് വിനീഗറിൻ്റെ നിർമ്മാണത്തിന്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് എസ്റ്ററുകൾ. എന്താണ് എസ്റ്റേഴ്സ്? അതായത് ഇപ്പം നമ്മളിപ്പം ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും പഠിച്ചില്ലേ, ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന കോമ്പൗണ്ടുകളാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ടുകളാണ് എസ്റ്റർ എന്ന് പറയുന്നത്. Esters are obtained by the reaction between alcohols and carboxylic acid. This reaction is called esterification. ഈ റിയാക്ഷനെ esterification എന്ന് വിളിക്കും. Esters have the pleasant smell of fruits and flowers. ഈ എസ്റ്ററുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കളുടെയും പഴങ്ങളുടെയൊക്കെ നല്ല മണം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് മെറ്റീരിയൽസിലൊക്കെ ഒരു നല്ല മണവും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് ഈ എസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ പോസിബിൾ യൂസ് ഓഫ് എസ്റ്റേഴ്സ്? എസ്റ്റർ, ഇവിടെ ഒരു എസ്റ്റർ കൊടുത്തിട്ടുണ്ട്, അത് ഉണ്ടാവുന്നതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എസ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ് എസ്റ്ററിൻ്റെ പേര്. ഈഥൈൽ എത്തനോയേറ്റ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ പിന്നെ എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ റിയാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു എസ്റ്റർ ഉണ്ടാവണമെന്ന്, ഒരു ആൽക്കഹോളും ഒരു ആസിഡും. അപ്പോൾ ഇവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോൾ, ആസിഡ് എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റർ ഉണ്ടായത്. അതെങ്ങനെയാണ് എഴുതണമെന്ന് നോക്കിയാണ്, എത്തനോയിക് ആസിഡ് പ്ലസ് എത്തനോൾ അങ്ങനെയാണ് എഴുതുക. ആദ്യം ആസിഡിൻ്റെ
സ്ട്രക്ചർ എഴുതണം. എത്തനോയിക് ആസിഡ് എങ്ങനെ എഴുതും? CH3COOH പ്ലസ് എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്നത് CH3OH എന്നല്ലേ നമ്മൾ സാധാരണ എഴുതാറ്. അല്ല സോറി, മെത്തനോളാണ് CH3OH. എത്തനോൾ CH3CH2OH. CH3CH2OH എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാണ്. എത്തനോയിക് ആസിഡ് കറക്റ്റ് എഴുതിയിട്ടുണ്ട് CH3COH എന്ന്. എന്നാൽ എത്തനോൾ എഴുതിയപ്പോൾ തിരിച്ചെഴുതിയിരിക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ എഴുതിയത്? CH3CH2OH വന്നത് ഈ COOHലെ OHും എത്തനോളിലെ Hഉം കൂടെ ചേർന്ന് അവിടെ വാട്ടർ ഉണ്ടാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ CH3COOHലെ OH പോയി, COA ഉള്ളൂ. പിന്നെ എത്തനോളിലെ Hഉം കൂടെ പോയി, പിന്നെ അതിൽ OA ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി എഴുതേണ്ടത് CH3COOCH2CH3, ബാക്കി അതേപോലെ എഴുതണം. അതാണ് ഈഥൈൽ എത്തനോയേറ്റ്. പിന്നെ ഈ വാട്ടർ ഈ ആസിഡിലെയും ആൽക്കഹോളിലെയും കൂടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ ചേർന്ന് അവിടെ വാട്ടർ ഉണ്ടായിട്ട് ബാക്കിയുള്ളതാണ് ഈ എസ്റ്റർ. ഈഥൈൽ എത്തനേറ്റ്. അത് എഴുതി പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഒരു ആസിഡ് ആദ്യം എഴുതുക, എത്തനോയിക് ആസിഡിൻ്റെ കണ്ടൻസർ ഫോമുല എഴുതുക, പിന്നെ എത്തനോളിൻ്റെ കണ്ടൻസർ ഫോമുല എഴുതുക. എത്തനോൾ എഴുതുമ്പോൾ മാത്രം ആ OHും COOHും അടുത്തടുത്ത് വരത്തക്ക രീതിയിൽ തിരിച്ചെഴുതുക. എന്നിട്ട് ആ H2O ബോക്സിനകത്താക്കി മാറ്റിയതിന് ശേഷം ബാക്കി വരുന്നതാണ് അവിടുത്തെ പ്രോഡക്റ്റ്, ഈഥൈൽ എത്തനോയേറ്റ് പ്ലസ് H2O. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എസ്റ്ററുകളുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? COO ആണെന്ന് മനസ്സിലായല്ലോ. ആൽക്കഹോളിൻ്റെ OH, ആസിഡിൻ്റെ COOH, ഇവിടെ എസ്റ്ററിൻ്റെ ആണെങ്കിൽ COOA ഉള്ളൂ. അതാണ് അവിടുത്തെ പിന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് കോമ്പൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ യു മേ ആൾസോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കറിയാമോന്ന്. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മളൊരു കോമ്പൗണ്ട് കണ്ടാൽ അത് ഏതാണെന്നും. CH3CH2COOCH3 അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നോക്കണം. ഏതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്? COO ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് എസ്റ്ററുകളാണ് അല്ലേ. അപ്പോൾ അതൊരു എസ്റ്ററാണെന്ന് മനസ്സിലായി. ഏത് എസ്റ്ററാണെന്ന് എങ്ങനെ മനസ്സിലായി? അതായത് COOക്ക് ശേഷം കിടക്കുന്ന എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം. 1 കാർബൺ ആറ്റം. അപ്പോൾ 1 കാർബൺ ആറ്റം വരുമ്പം അതിൻ്റെ വേർഡ് റൂട്ട് മെത്ത്. അപ്പോൾ അവിടെ ആ പേര് ചേർത്ത് പറയണം. മീഥൈൽ. പിന്നെ ബാക്കി മീഥൈലിന് ശേഷം COOയിൽ C ഉൾപ്പെടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അത് പ്രൊപ്പനോയേറ്റ് എന്ന് എടുക്കണം. അപ്പോൾ മീഥൈൽ പ്രൊപ്പനോയേറ്റ് എന്ന എസ്റ്ററാണ് ഇവിടെ കൊടുത്തേക്കണം. മീഥൈൽ പ്രൊപ്പനോയേറ്റ്. രണ്ടാമത്തത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? COOH ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതേതായിരിക്കും? കാർബോക്സിലിക് ആസിഡാണ് അല്ലേ. ആസിഡുകളാണ് COOH. എങ്ങനെ IUPAC നെയും കൊടുക്കും? COOHൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം. എത്ര? COOH ഉൾപ്പെടെ ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ വായിക്കും? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് വായിക്കും. പ്രൊപ്പനോയിക് ആസിഡ്. ആ എസ്റ്റർ എന്ന് പറയുമ്പോൾ CO കഴിഞ്ഞ് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3. അപ്പോൾ അതെങ്ങനെ പറയും? പ്രൊപ്പൈൽ. അതായത് പ്രൊപ്പനോളും പിന്നെ 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ആസിഡും കൂടെയാണ്, എത്തനോയിക് ആസിഡും കൂടെ ചേർന്ന ഒരു എസ്റ്ററാണ്. അപ്പോൾ പ്രൊപ്പൈൽ എത്തനോയേറ്റ് എന്നാണ് അത് വായിക്കുന്നത്. പ്രൊപ്പൈൽ എത്തനോയേറ്റ്. അപ്പോൾ ഇത്രയാണ് എസ്റ്ററുകൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പിന്നെ എഴുതി പഠിച്ചാലേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. ചുമ്മാ ഇങ്ങനെ വായിച്ച് പറയുന്ന കേട്ടോ വായിച്ചു നോക്കിയാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ എല്ലാം കൂടുതൽ എക്സാമ്പിൾ എഴുതി പഠിക്കണം. ലെറ്റസാസിലും അല്ലെങ്കിൽ അതിലൊരു കുറേ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇനി നമ്മളിതിലെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സോപ്പാണ്. അത് ജസ്റ്റ് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയാം. സോപ്പ് എന്താണ്, നമുക്ക് വേണമെന്നുള്ള പോയിന്റുകൾ മാത്രം വായിച്ചിട്ട് പറയാം. Oils and fats are esters formed by the combination of alcohol, glycerol and the fatty acids like palmitic acid, stearic acid, oleic acid, etc. അപ്പോൾ ഈ ഓയിൽസ് ഫാറ്റുകൾ എന്ന് പറയുന്ന എസ്റ്ററാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആൽക്കഹോൾ, ഗ്ലിസറോൾ ആൻഡ് ദ ഫാറ്റി ആസിഡ്സ് ലൈക്ക് പാൽമെറ്റിക് ആസിഡ്. ഈ ഓയിലും ഗ്ലിസറോൾ ഫാറ്റ് എന്നൊക്കെ പറയുന്നത് എസ്റ്ററുകളാണ്. അവ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഗ്ലിസറോൾ എന്ന ആൽക്കഹോൾ തുടങ്ങിയവയൊക്കെ ഫാറ്റി ആസിഡുകളുമായി സംയോജിച്ചാണ്
ഓയിലും ഫാറ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സോപ്പുമായിട്ടുള്ള ബന്ധം എന്തോന്ന് പറഞ്ഞാൽ സോപ്പ് ഈസ് ദ സാൾട്ട് ഫോംഡ് വെൻ ഓയിൽസ് ആൻഡ് ഫാറ്റ് റിയാക്ട് വിത്ത് ആൽക്കലീസ്. ഓയിലും ഫാറ്റും ഒക്കെ ആൽക്കലികളുമായി പ്രവർത്തിച്ചാണ് സോപ്പ് ഉണ്ടാകുന്നത്. അതാണ് ഈ എസ്റ്ററും സോപ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതായത് സോപ്പ് ഉണ്ടാക്കാൻ എന്തോന്ന് ഉപയോഗിക്കും? ഓയിലുകളൊക്കെ ഫാറ്റുകളൊക്കെ ഉപയോഗിക്കും. ഈ ഓയിലും ഫാറ്റുകളെന്ന് പറയുന്നത് എന്തോന്നാണ്? എസ്റ്ററുകളാണ്. ഇവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവ ആൽക്കഹോളും മറ്റ് ഫാറ്റി ആസിഡുകളോട് ചേർന്നാണ് ഓയിലും ഫാറ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നത് ഈ ഓയിലുകൾ മറ്റേ ഈ ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ ആൽക്കലികളുമായി ഓയിൽ സംയോജിച്ചാണ് സോപ്പ് ഉണ്ടാകുന്നത്. സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആൽക്കലികളെന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെയാണ്. ഇനി എങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ബീക്കറിൽ 40 ml വാട്ടർ എടുക്കുക. അതിലേക്ക് 18 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ വാട്ടറിലേക്ക് ആദ്യം ആൽക്കലിയാണ് ലയിപ്പിക്കുന്നത്. ഏത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആൽക്കലിയാണ്. അപ്പോൾ അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അലോ ദ സൊല്യൂഷൻ ടു കൂൾ, അതിനെ തണുക്കാൻ അനുവദിക്കണം. എന്നിട്ട് ആഡ് 100 ഗ്രാം കോക്കനട്ട് ഓയിൽ ഇൻ ടു ദി സൊല്യൂഷൻ. എന്നിട്ട് പിന്നെ അതിലേക്ക് 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുക. ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്റ്റിർ ഇറ്റ് വെൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അത് കുറച്ച് കട്ടിയാവാൻ അനുവദിക്കുക. അപ്പോൾ അത് പിന്നെ കുഴമ്പ് പരുവത്തിലാവും. പിന്നെ അതിന് നമ്മൾക്ക് ഇഷ്ടമുള്ള ആകൃതിയുള്ള അച്ചുകളിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സോപ്പിൻ്റെ മണമൊക്കെ കിട്ടാൻ വേണ്ടി അതിലേക്ക് കളറുമൊക്കെ കിട്ടാൻ വേണ്ടി കളറും മണമുള്ള സബ്സ്റ്റൻസൊക്കെ വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയുള്ള സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് സോപ്പ് ആദ്യം പിന്നെ ആൽക്കലികൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലികൾ വെള്ളത്തിൽ ലയിപ്പിച്ച് പിന്നെ തണുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ പിന്നെ ഫ്രാഗ്രൻ്റ് അതിന് മണവും കളറും ഒക്കെ കിട്ടാൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള അച്ചുകളിലേക്ക് ഒഴിക്കുക. ഇറ്റ് ഈസ് allowed to solidify to molds. When it is hardened, we get soap. ഇനി ഈ സോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അഴുക്ക് റിമൂവ് ചെയ്യുന്നത് നോക്കൂ. സോപ്പ് ഹാസ് ആൻ ഓയിൽ സോലുബിൾ നോൺ പോളാർ എൻഡ് ആൻഡ് വാട്ടർ സോലുബിൾ പോളാർ എൻഡ്. ഈ സോപ്പ് മോളിക്യൂൾസിന് ജലത്തിൽ ലയിക്കുന്ന ഒരു അഗ്രമുണ്ട്, പിന്നെ എണ്ണകളിൽ ലയിക്കുന്ന ഒരു അഗ്രമുണ്ട്. കാരണം ഈ ജലത്തിൽ ലയിക്കുന്നതിന് വാട്ടർ സോലുബിൾ പോളാർ എൻഡ് എന്ന് പറയും, ഓയിൽ ലയിക്കുന്നതിന് നോൺ പോളാർ എൻഡ് എന്നും പറയും. അപ്പോൾ സോപ്പ് മോളിക്യൂൾസിന് 2 വശങ്ങളുണ്ട്, പോളാർ എൻഡും ഉണ്ട്, നോൺ പോളാർ എൻഡും ഉണ്ട്. ദ ഹൈഡ്രോ കാർബൺ പാർട്ട് ഇൻ സോപ്പ് ഡിസോൾവ്സ് ഇൻ ഓയിൽ. അപ്പം നമ്മുടെ എണ്ണ കലർന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ നേരത്ത് ഈ നോൺ പോളാർ എൻഡിലാണ് ലയിക്കുന്നത്. പിന്നെ ആൻഡ് ദ അയണിക് പോളാർ എൻഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. സോ ഇൻ ദ പ്രസൻസ് ഓഫ് സോപ്പ് ഡർട്ട് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്. അങ്ങനെയാണ് നമ്മൾ പിന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എണ്ണമയമുള്ള വസ്തുക്കളൊക്കെ നീങ്ങുന്നത് ഇതുകൊണ്ടാണ്. സോപ്പിൻ്റെ വെള്ളത്തിൽ ലയിക്കുന്ന അഗ്രമുണ്ട്, വെള്ളത്തിൽ ലയിക്കാത്ത അഗ്രത. പോളാർ എൻഡ് എന്ന് പറയുന്നത് വാട്ടർ സോലുബിളാണ്, നോൺ പോളാർ എന്ന് പറയുന്നത് ഓയിൽ സോലുബിൾ. ഈ ഓയിൽ സോലുബിൾ എൻഡിൽ ലയിപ്പിച്ചാണ് ഡർട്ട് റിമൂവ് ആവുന്നത്. ഇനി മോറോവർ സോപ്പ് ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ആൻഡ് ആസ് എ റിസൾട്ട് ദ ക്ലോത്ത്സ് ആർ സോക്ക്ഡ് വെൽ. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. സോപ്പിന് സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ അല്ലേ, അട്രാക്ഷൻ പിന്നെ കുറയും. സോപ്പ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഈ അട്രാക്ഷൻ കുറയുന്നതിൻ്റെ ഫലമായിട്ട് സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? തുണികളൊക്കെ സോപ്പ് വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് ആ നൂലിഴകളിലേക്കൊക്കെ സോപ്പ് വെള്ളം കയറിപ്പോയി അവിടെ ചെന്ന് പിന്നെ ഈ ആ ഡർട്ട് നന്നായിട്ട് റിമൂവ് ആവും. അങ്ങനെയാണ് സോപ്പ് ഉപയോഗിച്ച് ഡർട്ട് റിമൂവ് ആക്കുന്നത്, അല്ലെങ്കിൽ അഴുക്ക് കളയുന്നത്. ഇനി സോപ്പ് പോലെയുള്ള കുറച്ചുകൂടി വീര്യം കൂടിയ സാധനങ്ങളാണ് ഡിറ്റർജൻറ്റുകൾ. എന്താണ്? ലൈക്ക് സോപ്പ് ഡിറ്റർജൻറ്റ് ആർ ക്ലെൻസിങ് ഏജൻറ്റ്. സോപ്പ് പോലെ തന്നെ ക്ലെൻസിങ് ഏജൻറ്റുകളാണ് ഡിറ്റർജൻറ്റുകൾ, ലൈക്ക് സർഫ്. സിമിലർ ടു സോപ്സ് ഇറ്റ് ആൾസോ ഹാവ് ആൻ ഓയിൽ സോലുബിൾ ആൻഡ് ആൻഡ് നോൺ പോളാർ ആൻഡ് വാട്ടർ സോലുബിൾ പോളാർ എൻഡ്. ഈ സോപ്പ് പോലെ തന്നെ ഇതിനും ഒരു പോളാർ എൻഡും ഉണ്ട്, വാട്ടർ സോലുബിൾ പോളാർ എൻഡും ഉണ്ട്, ഓയിൽ സോലുബിൾ നോൺ പോളാർ എൻഡും ഉണ്ട്. Detergents are made from hydrocarbons obtained from coal and petroleum.
മോസ്റ്റ് ഡിറ്റർജൻറ്റ്സ് ആർ സാൾട്ട്സ് ഓഫ് സൾഫോണിക് ആസിഡ് ലെറ്റസ് ഡു ആൻ ആക്ടിവിറ്റി. ഇപ്പോൾ ഡിറ്റർജൻറ്റ് സോപ്പും തമ്മിലുള്ള ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി ഇവിടെ പറയുന്നു. ടേക്ക് 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുക. ആൻഡ് സെയിം വോളിയം ഹാർഡ് വാട്ടർ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ്. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ, അതായത് ജലം തന്നെ ഹാർഡ് വാട്ടർ സോഫ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഫ്റ്റ് വാട്ടർ എടുക്കുക, മറ്റേതിൽ ഹാർഡ് വാട്ടർ എടുക്കുക. എന്നിട്ട് രണ്ടെണ്ണത്തിലും ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോപ്പ് സൊല്യൂഷൻ ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ്. ആ രണ്ടിലും സോപ്പ് സൊല്യൂഷൻ ലയിപ്പിക്കുക. അപ്പോൾ സോപ്പ് സൊല്യൂഷൻ ലയിപ്പിക്കുന്ന പറഞ്ഞാൽ നന്നായി കുലുക്കി നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് നമുക്ക്? സോഫ്റ്റ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടറിൽ സോപ്പിൽ നല്ല ലാതർ ഫോം ചെയ്യുന്നതായിട്ട് കാണാം, നല്ല പത ഉണ്ടാകുന്നതായിട്ട് കാണാം. അതേസമയം ഹാർഡ് വാട്ടറിലാണെങ്കിൽ സോപ്പ് നന്നായിട്ട് പതയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? ഹാർഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അതേസമയം ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ പിന്നെ എന്തോന്നാണ് ഡിറ്റർജൻറ്റ് ലയിപ്പിച്ച് നോക്കണം. അപ്പം വിച്ച് ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്ൻസ് മോർ ഫോം സോപ്പ് ഡസ് നോട്ട് ലാതർ വെൽ ഇൻ ഹാർഡ് വാട്ടർ. ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ഡിസോൾഡ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യസ് സാൾട്ട്സ് ഇൻ ഇറ്റ്. എന്തുകൊണ്ടായിരിക്കും വെള്ളത്തിൻ്റെ കാഠിന്യത്തിന് കാരണമെന്ന് പറയുന്നത്? കാൽസ്യം, മെഗ്നീഷ്യം തുടങ്ങിയവയുടെ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നതാണ് ജലത്തിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം. അപ്പോൾ ഡിസോൾഡ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യസ് സാൾട്ട് ഇൻ ഇറ്റ്. ദീസ് സാൾട്ട് റിയാക്ട് വിത്ത് സോപ്പ് ടു ഫോം ഇൻസോളബിൾ കോമ്പൗണ്ട്സ് റിസൾട്ടിങ് ഇൻ ദ ഡിക്രീസ് ഓഫ് ലാതർ. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൽ സോപ്പ് ലയിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിന് കാരണമായ കാൽസ്യം, മെഗ്നീഷ്യം സാൾട്ടുകൾ സോപ്പുമായി പ്രവർത്തിച്ച് ഒരു ഇൻസോളബിൾ കോമ്പൗണ്ട് അവിടെ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പത ഉണ്ടാകാത്തത്. ലാതർ വളരെ കുറച്ചുണ്ടാകുന്നതിൻ്റെ കാരണം മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് വൈ സോപ്പ് ഡസ് നോട്ട് ഡിസോൾവ്സ് ഇൻ ഹാർഡ് വാട്ടർ? അതായത് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ ഡിസോൾഡ് സാൾട്ട് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് മെഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ സാൾട്ടുകൾ ജലത്തിൽ ലയിച്ച് ചേരുന്നതാണ്. അപ്പോൾ വെൻ സോപ്പ് ഡിസോൾഡ് ഇൻ വാട്ടർ, ദീസ് സാൾട്ട് റിയാക്ട് വിത്ത് സോപ്പ് ടു ഫോം ഇൻസോളബിൾ കോമ്പൗണ്ട്. അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൽ സോപ്പ് ലയിക്കുമ്പോഴത്തേക്ക് സോപ്പും ഈ ഹാർഡ്നെസ്സിന് കാരണമായ സാൾട്ടുകളും കൂടെ ലയിച്ച് ഒരു അലയ സംയുക്തം ഉണ്ടാകും, ഇൻസോളബിൾ കോമ്പൗണ്ട് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്തോന്നാണ് ഡിക്രീസ് ഇൻ ലാതർ, അതായത് പതയുടെ അളവ് കുറയുന്നത്. എന്നാൽ ഡിറ്റർജൻറ്റിനാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിലും ഡിറ്റർജൻറ്റ് നമ്മൾ ലയിപ്പിച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കും? ആ രണ്ടെണ്ണത്തിലും നന്നായി ഡിറ്റർജൻറ്റ് ലയിച്ച് ചേരും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ഈ ഡിറ്റർജൻറ്റുകൾ ജലത്തിൽ ലയിക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഇൻസോളബിൾ കോമ്പൗണ്ട് ഉണ്ടാകുന്നില്ല. ഹെൻസ് ഡിറ്റർജൻറ്റ്സ് ആർ മോർ എഫക്റ്റീവ് ദാൻ സോപ്പ് ഇൻ ഹാർഡ് വാട്ടർ. അതുകൊണ്ട് നമുക്ക് എന്തോന്ന് പറയാം, ഡിറ്റർജൻറ്റുകളാണെങ്കിൽ ഏത് വെള്ളത്തിൽ വേണോ അഴുക്ക് നീക്കാൻ ഏറ്റവും സ്യൂട്ടബിളാണ്. അപ്പോൾ അതിന് കാരണം മനസ്സിലായല്ലോ. സോപ്പാണെങ്കിൽ അവിടെ ഇൻസോളബിൾ കോമ്പൗണ്ട് ഉണ്ടാക്കും, ജലത്തിൻ്റെ ഹാർഡ്നെസ്സിന് കാരണമായ സാൾട്ടുകളുമായിട്ട് ചേർന്ന് ഇൻസോളബിൾ കോമ്പൗണ്ട് ഉണ്ടാക്കും. എന്നാൽ ഡിറ്റർജൻറ്റുകൾ ഡസ് നോട്ട് ഫോം ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്. ഡിറ്റർജൻറ്റുകൾ ഈ സാൾട്ടുകളുമായി ചേർന്ന് ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നില്ല. സോ ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ സോപ്പ് ഫോർ റിമൂവിങ് ഡർട്ട്. അപ്പോൾ അഴുക്ക് നീക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് സോപ്പുകളേക്കാൾ ഡിറ്റർജൻ്റാണെന്ന് പറയാൻ കാരണം ഇതാണ്. എന്നാൽ ദ എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ്, എന്നാൽ ഈ ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം എന്തോന്നിന് കാരണമാകും? എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിന് കാരണമാകും, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ വാട്ടർ കനോട്ട് ഡീകമ്പോസ് ദ കമ്പോണൻസ് ഓഫ് ഡിറ്റർജൻറ്റ്. എന്താണ് കാരണം? വാട്ടറിലുള്ള സൂക്ഷ്മ ജീവികൾക്ക് ഈ ഡിറ്റർജൻറ്റുകളുടെ കമ്പോണൻസിനെ വിഘടിപ്പിക്കാൻ കഴിയുന്നില്ല. ഹെൻസ് ദ ഡിറ്റർജൻറ്റ്സ് റിലീസ്ഡ് ഇൻ ടു വാട്ടർ ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ആനിമൽസ്. അപ്പോഴിത് ജലജീവികളുടെ നാശത്തിന് കാരണമാകും. ഒരുപാട് ഡിറ്റർജൻറ്റുകൾ ജലത്തിൽ ലയിച്ച് ചേരുന്നത്, ജലജീവികളുടെ വാട്ടർ ബോഡീസിലൊക്കെ ലയിച്ച് ചേരുന്നത് ജലജീവികളുടെ നാശത്തിന് കാരണമാകും. ഫോർ എക്സാമ്പിൾ, ഡിറ്റർജൻറ്റ് വിച്ച് കണ്ടെയ്ൻ ഫോസ്ഫേറ്റ് ഇൻക്രീസ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ. അതായത് ഡിറ്റർജൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കുളങ്ങളിലേക്ക് പായലുകളുടെ അമിതമായ വളർച്ചയ്ക്ക് കാരണമാകും. ഇറ്റ് ലിമിറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ. അപ്പോൾ ഈ പായലുകൾ ഇങ്ങനെ അമിതമായി വളരുന്നത് ജലത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും. അതിൻ്റെ ഫലമായി ഇറ്റ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഫോർ ദ ബ്രെത്ത് ഓഫ് ഓർഗാനിസംസ് കാസ് ദ ഡിസ്ട്രക്ഷൻ. അത് ജലജീവികളുടെ നാശത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയും ചോദിക്കുക, എന്താണ്
ഡിറ്റർജൻറ്റുകൾ അമിതമായി വർദ്ധിക്കുന്നത് ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നത് എങ്ങനെയാണ്? ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ വാട്ടർ കനോട്ട് ഡീകമ്പോസ് ദ കമ്പോണൻസ് ഓഫ് ഡിറ്റർജൻറ്റ്. ജലത്തിലുള്ള സൂക്ഷ്മജീവികൾക്ക് ഈ ഡിറ്റർജൻറ്റിൻ്റെ മോളിക്യൂൾസിനെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഡിറ്റർജൻറ്റ് റിലീസ്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ലെഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. ആ ജലത്തിലെ ഡിറ്റർജൻറ്റിൻ്റെ അളവ് കൂടുകയും അക്വാട്ടിക് ലൈഫിൻ്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതായത് ഡിറ്റർജൻറ്റിലുള്ള ഫോസ്ഫേറ്റ് ഇൻക്രീസ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ. ആൽഗകളുടെ വളർച്ചയ്ക്ക് കാരണമാവും. ഇറ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ. ആൽഗെ വളരുന്നത് മൂലം ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ഇറ്റ് ആൾസോ കാസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ആനിമൽസ്. ഇനി ലിസ്റ്റഡ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിറ്റർജൻറ്റ് കോമ്പൗണ്ട് ആൻഡ് സോപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഇതിൻ്റെ ലെറ്റർ സക്സസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ടുകൾ സ്വയം എഴുതണം. എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ.